ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഓയിൽ മാറ്റാൻ വന്ന വണ്ടി ടൊയോട്ടോ ലാൻഡ് ക്രൂസർ ആട്ടോ. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഓരോ വണ്ടി ഭ്രാന്തന്മാർക്കും അറിയാം ഈ വണ്ടിയെക്കുറിച്ച് കേട്ടോ. അപ്പോൾ ഇത് ന്യൂ മോഡൽ ലാൻഡ് ക്രൂസറാണ്. 2 എയർ ഫിൽറ്റർ, ഒന്ന് ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തും വരുന്ന ടൈപ്പാട്ടോ. ഓയിൽ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് ലോക്കൽ ഓയിൽ വെച്ചിട്ട് സംഭവിച്ചതാണ്. നമ്മൾ നേരെ കസ്റ്റമറിനെ കാണിച്ചു. കസ്റ്റമർ എന്താ ഇതിനൊരു പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഫ്ലഷിങ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മളൊരു 5 ലിറ്ററിൻ്റെ ഫ്ലഷിങ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കണം കേട്ടോ. നമ്മളിൽ മിക്കവർക്കും വാഹനങ്ങളുണ്ടാവും. പുതിയ മോഡൽ വാഹനങ്ങളാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ലോക്കൽ ഓയിൽ ഒഴിക്കാതെ നിൽക്കുക കേട്ടോ. ഫ്ലഷിങ് ഓയിൽ ഒഴിച്ച് 20 മിനിറ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓയിൽ ചോർത്തിയപ്പോഴാണ് കളർ കണ്ടില്ലേ ഫുള്ള് ക്ലീനായി പോന്നിട്ടുണ്ട്. പിന്നെ ഫിൽറ്റർ അയച്ച് ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം സാധാരണ ലാൻഡ് ക്രൂസറിന് വലിയ ഫിൽറ്ററും ഒരു ചെറിയ ഫിൽറ്ററോ വരിക. ചെറിയ ഫിൽറ്റർ നമ്മൾ D4 അത്യാവശ്യം വലുപ്പമുള്ള ഫിൽറ്ററാണ് വരിക. ഇത് വലിയ എഞ്ചിനും ചെറിയ ഫിൽറ്ററുമാണ് ഇതിന് വരുന്നത് കേട്ടോ. E2ൻ്റെ ഒരു ഫിൽറ്ററാണ് ഇതിന് വരുന്നത്. ഏത് വാഹനമായാലും കറക്റ്റ് ടൈമിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക കേട്ടോ. മാറ്റാനാണെങ്കിൽ എന്തായാലും ഓയിൽ മാറ്റുകയും ചെയ്യുക. അഡ്നോക്കിൻ്റെ ഓയിലാണ് ബെസ്റ്റ്. പുതിയ വാഹനങ്ങളുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും എൻജിൻ ഓയിൽ കറക്റ്റ് ടൈമിന് ചേഞ്ച് ചെയ്യുക. എൻജിൻ ഓയിൽ മാത്രം മാറ്റിയാൽ പോരാ, ഫിൽറ്ററും കൂടിയും ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ലോക്കൽ ഓയിൽ ഒഴിക്കാതെ നിൽക്കുക. ഒഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ എൻജിനെ ബാധിക്കും കേട്ടോ. ഷാർജ, ദുബായ് ഭാഗത്തുള്ളവരാണ് എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ ഷോപ്പിലേക്ക് വരിക. ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്പർ അതിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.